പ്രൈസറോ കർത്താവിൻ്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൽ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായ ഒരു ദൈവദിനം ഭാഗം വായിക്കുന്നു. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. അവിടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പ്രൈസ്. വളരെ മനോഹരമായ, വളരെ സുപരിചിതമായ, ഒരുപാട് തവണ വായിച്ചിട്ടുള്ള, ഒരുപാട് മെസ്സേജ് കേട്ടിട്ടുള്ള ഒരു സന്ദേശമാണ് നമ്മൾ വായിച്ച ദൈവത്തിനോട് പറയുന്നത്. അത് നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിനോട് പറയുന്നത്, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പ്രൈസ്. കർത്താവ് ഒരിക്കലും തന്റെ ജനത്തെ തള്ളിക്കളയുന്നില്ല. അവർ ബലഹീനത കണ്ടവരെ ഒഴിവാക്കി നിർത്തുന്നില്ല. മനുഷ്യന്റെ ബലഹീനതയ്ക്ക് സഹായമായിട്ടാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത്. പ്രൈസലോ. അപ്പൊ യേശുക്രിസ്തു നിങ്ങൾക്ക് നല്ലൊരു പ്രാർത്ഥനയുടെ സുഹൃത്തെന്ന പോലെയാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവരൊന്നും പ്രാർത്ഥനാ സഹായികളായിരിക്കണമെന്നില്ല. നമ്മോടൊപ്പം ചേർന്നിരുന്ന മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ ഒരു പ്രാർത്ഥന സഹായി, ഒരു ഫ്രണ്ട് ഉണ്ടാകണമെന്നില്ല, അല്ലേ? എന്നാൽ സദാസമയം നമ്മോട് നല്ല ഫ്രണ്ടായിട്ട്, നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല പ്രാർത്ഥന സഹായിയെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മിൽ നിറച്ചു വെച്ചിരിക്കുകയാണ്, അല്ലേ? അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സകല പ്രാർത്ഥനയും, അല്ലേ, നിങ്ങളോട് ചേർന്നൊരു നല്ലൊരു സുഹൃത്തായി നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുകയാണ്. പ്രൈസോ. നീ കേൾക്കുന്ന മാതാവി, പിതാവി, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നല്ല ഫ്രണ്ട്സായിട്ട് സ്വീകരിച്ചാൽ, യുവക്കന്മാരോട് പറഞ്ഞത് ലോകത്തിൽ അനവധി ഫ്രണ്ടുണ്ട്, നിങ്ങൾക്ക് അവരെ അല്ല, പരിശുദ്ധാത്മാവിനെ നല്ല ഫ്രണ്ടായിട്ട് സ്വീകരിച്ചാൽ നിങ്ങളുടെ സകല പ്രാർത്ഥന വിഷയത്തോടും എതിര് പറയാതെ, സമയം ഇല്ല എന്ന് പറയാതെ നിങ്ങളോട് ചേർന്ന് ഇത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്, അല്ലേ? അപ്പൊ നിങ്ങളുടെ ബലഹീന സമയങ്ങളെല്ലാം നിങ്ങളുടെ സഹായത്തിനായി പരിശുദ്ധാത്മാവ് ഉണ്ടാവും. മനുഷ്യന് ഒരുപാട് ബലഹീനതയുള്ളവനാണ്. ആ ബലഹീനതയ്ക്കെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് സഹായമാണ്. അതുകൊണ്ട് വായിച്ചു വചനം, അവിടെ അതിന്റെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തൊന്നും നാം അറിയുന്നില്ല. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ, നമുക്ക് സഹായമായി, നമുക്ക് തുണ നിൽക്കുവാൻ, നല്ല ഫ്രണ്ടായിരിക്കാൻ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തരികയാണ്, അല്ലേ? എന്നിട്ടാണ് സ്തോത്രം, വലിയ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന സദാസമയം. പ്രൈസലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ പെരുകി, എല്ലാവരുടെ കയ്യിലും ഈ ഹാൻഡ്രോയിഡ് സെറ്റൊക്കെ മൊബൈൽ വന്ന ശേഷമായി നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നോക്കി അനേകം. ഇതിൽ ആരെങ്കിലും നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? ഈ ലോകത്തിന്റെ കളിക്കൂട്ടുകളും ലോകത്തിന്റെ കോമാളിത്തരങ്ങളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിങ്ങും മെസ്സേജും അയച്ച് നിങ്ങളുടെ സമയത്തെ തള്ളി നീക്കുന്നതല്ലാതെ, നിങ്ങളുടെ സമയം ദുർവിനിയോഗം ചെയ്യുന്നതല്ലാതെ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ ആരാകുള്ളത്? ലോകത്തിലുള്ള ഫ്രണ്ടിനെ അല്ല നിനക്ക് ആവശ്യം, ദൈവാത്മാവിനെയാണ് നിനക്ക് ആവശ്യം. പരിശുദ്ധാത്മാവ് എന്ന ഫ്രണ്ട് നിനക്കുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് എന്ന സുഹൃത്ത് നിനക്കുണ്ടെങ്കിൽ, നീ ഒരു സ്ഥലത്തും പരാജയപ്പെടത്തില്ല. നിന്നെ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസലോ, ഹല്ലേലൂയ. നാം വായിച്ച വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഞരങ്ങി ഈറ്റുനോവോട് കൂടി ഇരിക്കുന്നുവെന്ന് റോമലേഖനം 8-ാം അധ്യായം 22, 23, 26, 27 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സർവ്വ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നതോടുകൂടി ഇരിക്കുന്നെന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന് ആദ്യദാനം ലഭിച്ചിരിക്കുന്ന ആ നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു, ഹല്ലേലൂയ. പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു. ഇവിടെ ഒരുപാട് കാണുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടി നമ്മൾ കാണാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി പുതിയത് ചെയ്യുന്നു. ദൈവം നമുക്ക് വേണ്ടി പുതിയതൊരുക്കുന്നു. ഇനി ദൈവം നമുക്ക് പുതിയ യെരൂശലേം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, നമ്മുടെ മരണാനന്തര ജീവിതം, അല്ലേ? അതിനെക്കുറിച്ചായിരിക്കണം പ്രത്യാശ, അല്ലേ? കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാകാശ വരവ്, തന്റെ വിശുദ്ധന്മാരെ ചേർക്കുന്ന ആ അനുഭവത്തെക്കുറിച്ച് പ്രത്യാശ.
അതെ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൂട്ടിയിരുത്തണം. അല്ലേലൂയ. അപ്പൊ ഇവിടെ ഈ വചനം വായിക്കുമ്പോൾ അല്ലേലൂയ, ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ ഗലാത്യലേഖനം 4:19 പൗലോസ് പ്രസവവേദനപ്പെടുന്നതായി പറയുന്നു. മർക്കോസ് 13:8 തെസ്സലോനിക്ക ലേഖനം 5:3 പ്രസവവേദനയെ കുറിച്ച് പറയുന്നുണ്ട്. ഈറ്റുനോവ് എന്ന വാക്കിന് അല്ലേലൂയ പ്രസവവേദന എന്നാണ് അർത്ഥം. ഇവിടെ പ്രകൃതിയെ പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീ ആയിട്ട് സങ്കല്പിച്ചിരിക്കുക. പ്രകൃതിയെ പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നതാണ് ചരിത്രഭാഗം. അല്ലേലൂയ, സ്തോത്രം. അപ്പം പ്രകൃതി അല്ലേലൂയ വിഷണ്ണ മനസ്കിയായ ഒരു മണവാട്ടിക്ക് സദൃശ്യം. അവൾ വിവാഹ വസ്ത്രാലങ്കൃതയായിരിക്കുമ്പോൾ തന്നെ ഭർത്താവിന്റെ അല്ലേലൂയ മരണം കണ്ട് കരയുന്നുവെന്നാണ് വിൻസെന്റ് ചർച്ചിൽ എഴുതിയിരിക്കുന്നത്. അല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, ഇവിടെ അല്ലേലൂയ സൃഷ്ടിയും അല്ലേലൂയ വിശ്വാസിയും പരിശുദ്ധാത്മാവുമാണ്. ഇവിടെ സൃഷ്ടിയും വിശ്വാസിയും പരിശുദ്ധാത്മാവും രക്തം ചെയ്യും. അല്ലേലൂയ. ഞരങ്ങുന്നു എന്ന് പറയുന്നു. മനുഷ്യ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായാണ് പുത്രത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രവേശനോട് നമ്മൾ 26 വാക്യത്തിലേക്ക് വരുമ്പോൾ, ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് പറയുന്നു. നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അനുദിനം നമ്മുടെ ജീവിതത്തിൽ വരുന്ന വീഴ്ചകൾക്ക്, പ്രതിസന്ധികൾക്ക്, പ്രതികൂലങ്ങൾക്ക്, മരണകരമായ വിഷയങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ, നിന്ദകൾ, എതിർപ്പുകൾ, വെല്ലുവിളികൾ, കുടുംബത്തിനകത്തുള്ള പോരാട്ടങ്ങൾ, കുടുംബത്തിന് പുറത്തുള്ള പോരാട്ടങ്ങൾ, കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, മക്കളെ കൊണ്ട്, ഭാര്യയെ കൊണ്ട്, അപ്പനെ കൊണ്ട്, അമ്മയെ കൊണ്ട്, അമ്മായിയെ കൊണ്ട്, മരുമോളെ കൊണ്ട്, വിവിധ നിലങ്ങളിൽ മനുഷ്യൻ ബലഹീനരാണ്. മനുഷ്യൻ പെട്ടെന്നുണ്ടാകുന്ന കോപത്തിന് പലപ്പോഴും പലതും വിളിച്ചു പറഞ്ഞതുകൊണ്ട് കുടുംബം തന്നെ തകർന്നിട്ടുണ്ട്, ഛിന്നഭിന്നമായി മാറിയിട്ടുണ്ട്. അങ്ങനെ നാം കടന്നു പോകുന്ന ചില ബലഹീനതയുടെ സമയങ്ങളുണ്ട്. അവിടെ ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിന്റെ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ട് നീ കടന്നു പോകുന്ന പ്രതിസന്ധികളെ അല്ലേലും അതിജീവിപ്പാൻ ദൈവം നിന്റെ മേൽ കൃപ പകരും. വിശ്വാസിക്ക് പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ആത്മസംയമനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആത്മസംയമനമില്ലാത്ത മനുഷ്യൻ മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ എന്നാണ് അല്ലേലൂയ നമ്മൾ സ്തോത്രം അല്ലേലൂയ നമ്മൾ സദൃശവാക്യത്തിൽ വായിക്കുന്നത്. അപ്പൊ ആത്മസംയമനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വന്നു കഴിയും മതിൽ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം, മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണത്തിലേക്ക് ആർക്കും ഓടി വന്ന് പ്രവേശിക്കാം. സകല ദുഷ്ടനും സകല ഇഴജാതികൾക്കും മൃഗാദികൾക്കും അതിലേക്ക് ഓടി വന്ന് കയറാം. എന്നാൽ മതിലുള്ള കെട്ടിടത്തിനകത്ത്, മതിലുള്ള പട്ടണത്തിലൊക്കെ ആർക്കും കയറാൻ കഴിയാത്തതുപോലെ ആത്മസംയമനം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അല്ലേലൂയ നിങ്ങളിൽ ആർക്കും പ്രവേശിക്കാൻ കഴിയത്തില്ല. എന്നാൽ ആത്മസംയമനം ഇല്ലാത്തവനാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് സകല അശുദ്ധി പ്രവേശിക്കും. അല്ലേലൂയ. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്നെ തകർക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ പിശാച് പല പദ്ധതികളുമായി പല ആളുകളിലൂടെ നിനക്കെതിരെ പ്രവർത്തിക്കാം. പിശാചിനെ പ്രവർത്തിക്കാൻ ഒരുവനെ ആവശ്യമാണ്. അതിനുവേണ്ടി പിശാച് പലരെയും തെരഞ്ഞെടുക്കും. അവിടെയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നിനക്ക് നല്ലൊരു ഫ്രണ്ട്സായിട്ട് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അനുദിനം നമ്മുടെ ജീവിതത്തിൽ വരുന്ന വീഴ്ചകൾക്ക് തുണ നിൽക്കുകയും നിൽക്കുകയും സ്തോത്രം പുറത്തു വരാത്ത വാക്കുകളാൽ ഞരക്കത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ പല മാതാപിതാക്കളെയും പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പല വിശ്വാസികളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ട്. പല ദൈവദാസന്മാരെ എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. ഞാൻ പലരുമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ട് അവരുമായിട്ട് ശക്തമായി പോരാടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലറിയ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ അവർ ഹൃദയത്തിനകത്ത് ആത്മാവർക്ക് നൽകുന്നത് പോലെ അവർ ഞരങ്ങി പ്രാർത്ഥിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രൈസറോ അല്ലേലൂയ. പലപ്പോഴും പലരുടെയും വേദനകളും സങ്കടങ്ങളും കേൾക്കാൻ കഴിയാറുണ്ട്. പലരുടെയും നിന്ദകൾ, അപമാനങ്ങൾ, അവരനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് ജീവിതത്തിൽ പലപ്പോഴും കേൾക്കാറുണ്ട്. അവർക്ക് വേണ്ടി വളരെ ഞരക്കത്തോടെ ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. ഒരു സ്ത്രീ പ്രസവവേദനപ്പെടുന്നത് പോലെ അങ്ങനെയുള്ള വ്യക്തികളുടെ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന വേദനകൾ മാറുവാൻ, പ്രതിസന്ധികൾ മാറാൻ വേണ്ടിയിട്ട് പൗലോസ് ഗലാത്യ സഭയ്ക്ക് വേണ്ടി പ്രസവവേദനയോടെ പ്രാർത്ഥിച്ചതുപോലെ ദൈവസഭയ്ക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും അതിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്കതിന് കഴിയണം. നമുക്ക് ഈ ലോകമല്ല വലുത്,
നമുക്ക് ഈ ലോകമല്ല വരുന്നത്. ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളുടെ പേരും പ്രശസ്തി ഇവിടുത്തെ സമ്പത്തല്ല വലുതെന്ന് പറയുന്നത്. നമുക്കൊരു നിത്യതയുണ്ട്, നമുക്കൊരു നിത്യജീവനുണ്ട്. നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമായിരിക്കണം ഈ ഭൂമിയിൽ. ഹല്ലേലൂയ. ഈ ലോകത്തിന് വേണ്ടി നീ ജീവിക്കരുത്. ഇവിടുത്തെ സമ്പത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, ഇവിടുത്തെ പൊന്നിന് വേണ്ടി, ഇവിടുത്തെ പെണ്ണിന് വേണ്ടി, മണ്ണിന് വേണ്ടി നീ ജീവിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കണമെങ്കിൽ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മെ ബലഹീനമാക്കുന്ന പാപങ്ങൾ നമ്മളിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. നമ്മളെ ബലഹീനമാക്കുന്ന പാപ സ്വഭാവങ്ങൾ, മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ആശകൾ, ഇച്ഛകൾ, ആസക്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും, നമ്മളെ പാപത്തിലേക്ക് തള്ളയിടുവാൻ, അങ്ങനെ നമ്മളെ ബലഹീനതയിലേക്ക് നയിക്കുവാൻ പിശാച് പദ്ധതി കൊണ്ടുവരുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ആവശ്യം നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു വിശുദ്ധൻ എന്ന് പറയുന്നത് എപ്പോഴും ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കണം. പ്രൈസോ. അതുകൊണ്ടാണ് നല്ലൊരു ഫ്രണ്ട്സായിട്ട് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, ശ്രോതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, നീ ഓരോ ദിവസവും എന്തുമാത്രം വിഷയങ്ങളെ നീ തരണം ചെയ്യുന്നുണ്ട്, എന്തെല്ലാം പ്രതികൂലങ്ങളെ നീ തരണം ചെയ്യുന്നുണ്ട്. ഓരോ പ്രഭാതത്തിൽ നീ സന്തോഷത്തോടെ എഴുന്നേറ്റ് കർത്താവ് ഇന്നത്തെ ദിവസം നല്ലതാണ്, എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെയും, എൻ്റെ ഭർത്താവിനെയും, ഞാനും എൻ്റെ അമ്മായിയും ഒക്കെ ആയിട്ട് സമാധാനത്തോടെ ജീവിക്കണമെന്ന് നീ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ള അനവധി സന്ദർഭങ്ങളുണ്ടായിരിക്കാം. ഹല്ലേലൂയ. പക്ഷേ എത്ര പെട്ടെന്ന് ആ നിമിഷങ്ങളൊക്കെ തകിടം മറിച്ചുകൊണ്ട് പിശാച് കലഹമുണ്ടാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഞാനൊരു ദൈവ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഞാൻ പലരുടെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് എനിക്കത് നന്നായിട്ട് അറിയാം. രക്തം ചെയ്യും. അതെ, നമ്മെ തകർക്കുവാനാണ് സാത്താന്റെ പദ്ധതി. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, അവിടെ ആത്മാവും നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. സ്തോത്രം. അതെ, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുള്ളൂ. ഈ ലോകത്തിൽ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുവാൻ നമ്മുടെ ഭാര്യയ്ക്ക് കഴിയത്തില്ല, ഭർത്താവിന് കഴിയത്തില്ല, മക്കൾക്ക് കഴിയത്തില്ല. അതിനെല്ലാം പരിമിതികളുണ്ട്. പ്രൈസോ. ഭൂമിയിൽ ആര് തുണ നിന്നാലും അതിനെല്ലാം പരിമിതികളുണ്ട്. പ്രൈസോ. അത് പറയും, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബലഹീനതകളുണ്ടായിരുന്നു, ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ദൈവം എനിക്കൊരു ജീവിത പങ്കാളിയെ തന്നത്. ദീർഘ 20 വർഷങ്ങൾ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. എൻ്റെ ബലഹീനതയ്ക്കെല്ലാം എൻ്റെ വൈഫ് എനിക്ക് തുണയായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾ എന്നെ വിട്ട്, ഈ ലോകം വിട്ട് നിത്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, അപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയത്, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുമെന്ന്, നാം മന്ദിത്തോളം നമ്മോട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഭാര്യ പോലും നമ്മെ വിട്ട് ഏത് സമയം പോകും. സ്തോത്രം. സ്വർഗത്തിൽ ദൈവം വിളിച്ചാൽ പോയി മതിയാവുള്ളൂ. അതുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളി ദൈവം വിളിച്ചപ്പോൾ അവൾ എന്നെ വിട്ടുപോയി. പിന്നെയും ഞാൻ ബലഹീന മനുഷ്യനായി. അപ്പോഴാണ് ബലഹീനനായ എൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നല്ല ഫ്രണ്ടായിട്ട് വന്നത്. പ്രൈസറോ. അപ്പം പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ നല്ല ഫ്രണ്ടായിട്ട് വന്നിട്ട് ബലഹീനയ്ക്ക് തുണന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ട് നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം എനിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. രക്തം ചെയ്യും. വചനം എന്നാലാണ് നമുക്ക് ചില സമയങ്ങളിൽ അതിൻ്റെ ആ രുചിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. നീ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ ദൈവാത്മാവ് നിന്നോട് കൂടെയുണ്ടെങ്കിൽ നീ തകരുവാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കത്തില്ല. കാരണം നീ ഒരിക്കലും അനാഥനായി ജീവിക്കാൻ, ഒരു അനാഥയെ പോലെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്നെ അനാഥനായി ദൈവം വിടത്തില്ല. ഹല്ലേലൂയ. നമ്മെ അനാഥനായി വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ നമ്മോട് കൂടെ അയക്കുമെന്ന് പറഞ്ഞത്. പ്രൈസലോ. യോഹന്നാന്റെ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്, സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ നമ്മോട് കൂടെ അയക്കുമെന്ന്. ഹല്ലേലൂയ. സത്യത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെ അയച്ച് നമ്മോട് കൂടെ വന്നാൽ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. നമുക്കത് ബോധ്യം വരുത്തി നമ്മെ നേരായ പാതയിലൂടെ നടത്തും. രക്തം ചെയ്യും. അവിടെ പ്രശ്നങ്ങളെ കണ്ട് നീ തകരരുത്. തിരമാല ഉയർന്നു വരുന്ന പോലെ, തിരമാല ആലച്ചടിച്ച് അലയടിച്ചുയർന്നു വരുന്നത് പോലെ സകലത്തെയും കീഴ്പ്പെടുത്തി കൊണ്ടുപോകാം, കരയിലുള്ളവരെ എല്ലാം വെട്ടിപ്പിടിച്ചു കൊണ്ടുപോകാം എന്നുള്ള ആർത്തിയോടെ ആർത്തിരമ്പി വരുന്ന തിരമാലകൾ വന്നതുപോലെ മടങ്ങിപ്പോകും.
അല്ലേരി എന്ന് പറഞ്ഞ പോലെ തിരമാലകൾ ആർത്തിരമ്പി വരുന്നത് പോലെ നിനക്ക് നേരെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, എല്ലാവരും നിന്നെ ചേർന്ന് കുറ്റപ്പെടുത്തുമ്പോൾ, നീ കടക്കിടിയിലൂടെ കടന്നു പോകുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, മക്കൾ നിനക്കെതിരാകുമ്പോൾ, അപ്പനമ്മ നിനക്കെതിരാകുമ്പോൾ, സുഹൃത്തുക്കൾ നിനക്കെതിരാകുമ്പോൾ, സമൂഹം നിനക്കെതിരാകുമ്പോൾ, അവിടെ നീ ദൈവ പൈതലാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ട് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്ക് വെളിപ്പെടുത്തി, മാത്രമല്ല ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ തുടങ്ങും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് പകൽ ആരെങ്കിലും കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക, രക്തം ചെയ്യും. ദൈവാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. പലരും പറയും അവനെൻ്റെ ചങ്കാണ്, അവളെൻ്റെ ചങ്കാണ് എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഭൂമിയിലെ ഒരു മാസ്റ്റർ പീസ്, ഒരു ശൈലിയാണ്. ഈ ഭൂമിയിൽ ആരും നമ്മുടെ ചങ്കല്ല, ഒരു അവളും ഒന്നും നമ്മുടെ ചങ്കല്ല. എല്ലാം ഊരിപ്പെട്ടി മണ്ണാകും. അല്ലേലിയ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ആരും നമ്മുടെ ചങ്കെന്നൊക്കെ പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന യേശു ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശു നിന്നിൽ ഉണ്ടെങ്കിൽ നീ തളരുകയില്ല സഹോദര സഹോദരി. യേശു നിന്നിൽ ഉണ്ടെങ്കിൽ നീ പതറിപ്പോകത്തില്ല. അല്ലേലിയ. നിന്റെ പരാജയം കാണാൻ നോക്കി നിന്നവരുടെ നടുവിൽ, നിന്റെ പ്രതിസന്ധി കാണാൻ, നിന്റെ തകർച്ച, നിന്റെ തളർച്ച കാണുവാൻ, നിന്റെ കുടുംബ ജീവിതം ചിന്ന ഭിന്നമായി മാറുന്നത് കാണാൻ നോക്കി നിന്ന പലരുടെയും നടുവിൽ ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. നീ നിന്റെ കുടുംബം രക്ഷപ്പെടുകയില്ല, നീ നിന്റെ കുടുംബം ഇതോടുകൂടി നശിച്ചു എന്ന് പറഞ്ഞ് നിനക്കെതിരെ അനവധി ആളുകൾ പറഞ്ഞ് വിമർശിച്ച് നടന്നിട്ടില്ലേ? അതിന്റെ നടുവിൽ ദൈവം തന്നെ ഉയർത്താൻ പോവുകയാണ്. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ലോകത്തിലുള്ള ഫ്രണ്ടുകളെ മാറ്റിവെച്ചിട്ട് പരിശുദ്ധാത്മാവുന്ന സുഹൃത്തിനെ നിന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുന്നെങ്കിൽ നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ, നിന്നെ തകർക്കുവാൻ, നിന്റെ തകർച്ച കാണാൻ നിന്നവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിച്ചുയർത്തുക തന്നെ ചെയ്യും. ലേലിയ. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്. ലേലിയ. നിന്റെ കഷ്ടങ്ങൾക്കൊരു മാറ്റം. ചിലർ ഇതെല്ലാം എൻ്റെ തലവിധിയാണ്. ലേലിയ. അങ്ങനെയാണ് നല്ലൊരു ആളുകളും പറയുന്നത്. അത് നിന്റെ തലവിധി എന്തായിരുന്നാലും നിന്നെ സൃഷ്ടിച്ചവന് മാറ്റിയെടുക്കാൻ കഴിയും. അല്ലേറിയ. ഈ ലോകമല്ല നിന്നെ സൃഷ്ടിച്ചത്. ഇവിടുത്തെ സയന്റിസ്റ്റുകൾ, ഇവിടുത്തെ ശാസ്ത്രമല്ല നിനക്ക് ജന്മം തന്നത്. അല്ലേറിയ. കുരങ്ങ് മാറി നീ മനുഷ്യനായില്ല. പരിണാമ സിദ്ധാന്തം എന്ന തത്വത്തിലൂടെ നീ കുരങ്ങന്റെ വാല് പൊഴിഞ്ഞ് മുഖരൂപം മാറി നീ മനുഷ്യനായി വന്നതല്ല. അല്ലേറിയ. നിന്റെ സൃഷ്ടാവുണ്ട്. അല്ലേറിയ. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്ന് ഉൽപ്പത്തി പുസ്തകം 2:8 വായിക്കുന്നു. നിന്റെ സൃഷ്ടാവ് നിനക്ക് വേണ്ടിയിട്ടുണ്ട്. അല്ലേറിയ. നിന്റെ സൃഷ്ടാവ് നിനക്ക് വേണ്ടിയിട്ടുള്ളത് കൊണ്ട് നിന്റെ ഓരോ ഞരക്കങ്ങളും, നിന്റെ ഓരോ പ്രതിസന്ധികളും, നിന്റെ ഓരോ ബലഹീനതകളും അറിയുന്ന നല്ലൊരു യേശു നിനക്ക് വേണ്ടി കൊണ്ട് സ്വതാവി. അതുകൊണ്ട് നീ എന്തിനും ഭാരപ്പെടണം, എന്തിനു തകരണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ, ഞാൻ പലപ്പോഴും തകർന്ന് പോകുന്ന സാഹചര്യം വരാറുണ്ട്. അല്ലേറിയ. ഞാൻ ഈ ദൈവവചനമൊക്കെ പ്രസംഗിക്കുന്ന, ശുശ്രൂഷിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടിയൊക്കെ നിൽക്കുന്നത്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രതിസന്ധികളും വേദനകളുമുണ്ട്. പക്ഷേ ഞാൻ അവിടെ തകരാതെ നിൽക്കുന്നതിന് കാരണം എന്താ? പരിശുദ്ധാത്മാവിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നത് കൊണ്ടാണ്. അല്ലേറിയ. പരിശുദ്ധാത്മാവിന്റെ ബലഹീനതയ്ക്ക് തുറ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് ഞാൻ അറിയുന്നില്ലെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തിപ്പെടുത്തുന്നു. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുള്ള ഹൃദയത്തിന്റെ വിശ്വാസം എനിക്ക് നല്ലൊരു സുഹൃത്തായി, നല്ലൊരു ഫ്രണ്ട്സായി പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. എന്നെ ദൈവം അനാഥനായി വിടുകയില്ലെന്ന് എന്നോട് സംസാരിക്കുന്നുണ്ട് ഞാൻ ഈ നിൽക്കുന്നത്. കേട്ടോ, നിങ്ങളെ അങ്ങനെയാണ് ദൈവം നിർത്താൻ ആഗ്രഹിക്കുന്നത്. രക്തം ചെയ്യും. ഇവിടെ പഴയ നിയമത്തിൽ യാക്കോബ് പോരാടി പ്രാർത്ഥിക്കുമ്പോൾ അവസാനം ദൈവം അവനെ നോക്കി. അല്ലേറിയ. ആ ഭാഗം നമുക്ക് നല്ല സുപരിചിതം. നമുക്ക് യാക്കോബിന്റെ ഈ പോരാട്ട പ്രാർത്ഥന നല്ല പരിചയം. മുഴുരാത്രി പ്രാർത്ഥന. അല്ലേറിയ. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. കണ്ടോ? ദൈവത്തോടും അല്ലേറിയ. സ്തോത്രം. അല്ലേറിയ. സ്തോത്രം. ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് പോരാടി പ്രാർത്ഥിച്ച യാക്കോബ്.
Praise the Lord. എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അതിന്റെ ഒരു സ്തോത്രം. ആമേൻ. യാക്കോബ് പോരാടി പ്രാർത്ഥിക്കുമ്പോൾ അവസാനം ദൈവനെ നോക്കി, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേരിനെ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഇതൊരു ആശ്ചര്യമല്ലേ പ്രിയരെ? ഇതൊരു ആശ്ചര്യമില്ല, ഒരാശ്ചര്യം, അത്ഭുതം എന്നൊക്കെ വേണം അതിന് പറയാൻ. യാക്കോബ് പോലും പ്രതീക്ഷിച്ചിട്ടില്ല തന്നോടൊപ്പം അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുമെന്നും തൻ്റെ വിഷയങ്ങൾക്കൊരു മറുപടി ഉണ്ടാകുമെന്നും ആമേൻ. തൻ്റെ നിരാശയെ മാറ്റാൻ തന്നെ സഹായത്തിനായി ദൈവത്തിലെ ആത്മാവ് ഇടപെടുമെന്നൊന്നും യാക്കോബ് അറിയുന്നില്ലെങ്കിലും ആ യാക്കോബിന്റെ സമയത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുക. അപ്പൊ അതൊരു ആശ്ചര്യം തന്നെയാണ്. ഒരു സാധാരണ മനുഷ്യനാൽ എപ്രകാരം ദൈവത്തെ ജയിപ്പാൻ സാധിക്കും? അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ദൈവത്തെ ജയിക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നത്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥനയിൽ നമ്മളൊരു മല്ല് കെട്ടി പ്രാർത്ഥിക്കുന്ന, മല്ല് പിടിച്ച് പ്രാർത്ഥിക്കുന്ന, പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. ഇതിന്റെ രഹസ്യം എന്താണ്? യാക്കോബ് ദൈവത്തെ ജയിപ്പാൻ കാരണമുണ്ട്. ഇതിന്റെ രഹസ്യം എന്താണ്? ഏതൊരു മനുഷ്യൻ പ്രാർത്ഥനയ്ക്കായി മുട്ടിന്മേൽ നിൽക്കുന്നോ അവനെ സഹായിപ്പാൻ ഒരു വശത്ത് ക്രിസ്തുവും മറുവശത്ത് പരിശുദ്ധന്മാവും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയമായി നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ മുഴങ്കാലും അടങ്ങുമ്പോൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തുണയായി ഒരു സൈഡിൽ പരിശുദ്ധാത്മാവ്, ഒരു സൈഡിൽ ക്രിസ്തു നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ പരിശുദ്ധാത്മാവും അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനും കൂടെ നിങ്ങളോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തും. ഹല്ലേലൂയ. നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, രക്തം ചെയ്യും. ഒരു സാധാരണക്കാരനായിരിക്കും നീ യാക്കോബിന് ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിപ്പാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് പകലെ നിൽക്കുന്ന പ്രശ്നിക്കുക. നീ പോരാടി പ്രാർത്ഥിക്കണം, മല്ലുപിടിച്ച് പ്രാർത്ഥിക്കണം, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം, മുഴക്കാലം മടക്കി പ്രാർത്ഥിക്കണം. അതൊന്നും ഒരു പ്രശ്നമായി, ഇതൊന്നും ഭാരമായി കാണാതെ നിന്റെ സമയത്ത് നീ ദൈവത്തിന് കൊടുക്കണം. ഇന്നത്തെ നമ്മുടെ മനുഷ്യന്റെ പരാജയം, ദൈവസഭയുടെ പരാജയം, കുടുംബങ്ങളുടെ പരാജയം പ്രാർത്ഥിക്കാൻ സമയമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയമില്ല. മറ്റെന്തിനും സമയമുണ്ട്, മറ്റെന്തിനും. ഈ ലോകത്തിൽ എന്തു വെറിക്കൂത്തിനും ഹല്ലേലൂയ മനുഷ്യർക്ക് സമയമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തോട് ചേർന്നിരിപ്പാൻ ഹല്ലേലൂയ മനുഷ്യന് സമയമില്ല. യാക്കോബ് രാത്രി മുഴുവൻ ദൈവസന്നിധിയിലാണ്. വചനം എഴുതിയിരിക്കുന്ന രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്ന് അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാവോളം അവനോട് മല്ല് പിടിച്ചു. യാക്കോബ് തന്നെ ഒരു പുരുഷൻ ഉഷസാവോളം യാക്കോബിനെ മല്ലുപിടിച്ചു. അല്ലെങ്കിൽ യാക്കോബിനെ ജയിക്കില്ലെന്ന് കണ്ടപ്പോൾ ആ പുരുഷൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലുപിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിട്ടുക, ഉഷസുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടുകയില്ലെന്ന് യാക്കോബിനോട് മല്ല് പിടിക്കുന്ന പുരുഷനോട് യാക്കോബ് പറയാം, നീ എന്നെ അനുഗ്രഹിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ ദൈവത്തിന് സമയം ചെലവഴിക്കണം. ഓടി വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് പോലെയല്ല. ചിലരൊക്കെ കാണത്തില്ലേ, ഓടി പെരയ്ക്കകത്തേക്ക് ചീപ്പെടുത്ത് തലയൊന്ന് ചീകി മുടിയൊന്ന് വാരിക്കെട്ടി വെച്ച് ഇച്ചിരി പൗഡർ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് ഓടി അടുത്ത വണ്ടിക്ക് പോകുന്നത് പോലെ അല്ല ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്. ഓടി വന്നിട്ടിരുന്ന വസ്ത്രമൊക്കെ ഉരിഞ്ഞു മാറ്റിച്ച് വേറൊരു വസ്ത്രം എടുത്തിട്ടുണ്ട് പോകുന്നതും അല്ല പ്രാർത്ഥന. യാക്കോബ് ഒരു രാത്രി മുഴുവൻ ഉഷസാകുവോളം മല്ല് പിടിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഉഷസാകുവോളം ഹല്ലേലൂയ, സ്തോത്രം. അവനോട് മല്ല് പിടിച്ചൊരു ഹല്ലേലൂയ. അന്ത് പറഞ്ഞ പോലെ പ്രിയ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സമയം ഒരുക്കണം, നമ്മൾ കണ്ടെത്തണം. വെറുക്കൂത്തുകൾ നിങ്ങൾ മാറ്റിവെയ്യുന്നത്, നിങ്ങളുടെ ഈ ലോകത്തിന്റെ സുഖങ്ങൾ മാറ്റിവെയ്. അതൊന്നും നമ്മളെ നിത്യത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല. നിന്റെ കുടുംബം തകർന്നതിന്റെ കാരണം പ്രാർത്ഥനയില്ലാത്തതാ. നിന്റെ ജീവിതം തകർന്നത് പ്രാർത്ഥനയില്ലാത്തതാ. നിന്റെ ജീവിതത്തിൽ പ്രശ്നത്തിന് പരിഹാരം പ്രാർത്ഥനയില്ലാത്തതാ. നിനക്കൊരു നല്ല ഫ്രണ്ട്സായിട്ട് പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നീ നിന്റെ മക്കളും എല്ലാം തകരുന്നത്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ഭർത്താവ് നേരെയല്ലാത്ത വഴി പോകും, നിന്റെ ഭാര്യ നേരെയല്ലാത്ത വഴി, നിന്റെ മക്കൾ നിന്നെ അനുസരിക്കാത്ത ലഹരിക്ക് അടിമയായി മാറുന്നത് എല്ലാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ദൈവമായി നിനക്ക് ബന്ധമില്ല, ലോകമായിട്ടാ ബന്ധം. അതുകൊണ്ട് ലോകം നിന്നെ തകർക്കും. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരണമെന്നേ. ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്.
ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കാൻ ആഗ്രഹിക്കുക നിനക്ക് വേണ്ടിയിട്ട്. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന സ്ഥലം പോരാതെ ഒരുപാട് നിന്റെ അനുഗ്രഹിപ്പം ദൈവം ആഗ്രഹിക്കുക. നിന്റെ കഷ്ടതയെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ കടഭാരത്തെ മാറ്റുവാൻ, നിന്റെ തകർന്ന ബിസിനസ്സിനെ പച്ച പിടിപ്പിക്കുവാൻ, നിനക്ക് നഷ്ടമായ ജോലി തിരിച്ചു തരുവാൻ, നിന്റെ പേരുള്ള കേസുകൾക്ക് പരിഹാരം തരുവാൻ, അല്ലേലൂയ, നിന്റെ നിന്ന മാറ്റുവാൻ, നീ അനുഭവിക്കുന്ന കുടുംബജീവിത പ്രശ്നങ്ങൾ മാറ്റുവാൻ, നിന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറ്റുവാൻ, നിന്റെ മക്കളെ ലഹരി ഉപയോഗം മാറ്റുവാൻ, നിന്റെ കുടുംബത്തിന്റെ തകർച്ച മാറ്റുവാൻ എല്ലാം ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസോ, നിങ്ങൾ നല്ലവനായി ജീവിക്കണം, നല്ലവളായി ജീവിക്കണം, നല്ല കുടുംബമായി ജീവിക്കണമെന്ന് യേശു ആഗ്രഹിക്കുക. ഈ യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു അനുഭവ കർത്താവ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവ്, അല്ലെങ്കിൽ ആവണ്ണം തന്നെ ആത്മാവ് തന്നെ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബലഹീനത നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. വീണ്ടും പോലെ പ്രാർത്ഥിക്കുക എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഹല്ലേലൂയ. ഇവിടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം എന്ന് പറയുന്നത്. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നെന്ന് തിരുവെഴുത്ത് വായിക്കും. ആ വചനം ജീവനുള്ളതാണെന്ന്. ആ വചനം ജീവനുള്ളതാണ്. ആ വചനം നമ്മെ ജീവിതം നൽകുന്നതാണ്. നമ്മെ ജീവിപ്പിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നാം ദൈവത്തിലേക്ക് മടങ്ങുവാൻ ഇവിടെ സ്തോത്രം, നാം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം. അവരെ സഹായിക്കുവാൻ ഒരു വശത്ത് ക്രിസ്തുവും മറുവശത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് യാക്കോബിന്റെ തൃത്വത്തിൽ മൂന്നിൽ രണ്ടുപേരും ഒരേ സമയത്ത് യാക്കോബിന്റെ അരികിലുണ്ട്. പിതാവും അല്ലെ പുത്രൻ പരിശുദ്ധാത്മാവും. പുത്രൻ പരിശുദ്ധാത്മാവും കൂടെ യാക്കോബിന് സഹായമായി പിതാവാം പ്രാർത്ഥന കേട്ട് പിതുപുത്ര പരിശുദ്ധാത്മാവാം വിഷയത്തിനകത്ത് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് നീ ദൈവത്തോടും മനുഷ്യരോടും വെല്ലുവിളിച്ച് ജയിച്ചത് കൊണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, എല്ലായ്പ്പോഴും നമ്മൾ ജയിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും എല്ലാ കാര്യത്തിലും നിങ്ങൾ ജയിക്കണമെന്നാണ്. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളതിനകത്ത് ജയാളിയായിരിക്കണം എന്ന് യേശു ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ജയാളിയായിരിക്കണമെങ്കിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ വലിയ പ്രാർത്ഥിക്കുന്നവളാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഹല്ലേലൂയ ബോധ്യപ്പെടുത്താൻ വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാണെന്നൊക്കെ നീ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് ജൽപ്പന പ്രാർത്ഥനയാകട്ടോ. ഹല്ലേലൂയ. നിന്റെ ബലഹീനതയ്ക്ക് തുറന്നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ നല്ല ഫ്രണ്ടായിട്ട് ചേർത്ത് നിർത്തി താഴ്മയോടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല ചിലർക്ക്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ സഭയിലെ വിശ്വാസിയോട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾ വെല്ലുവിളികൾ ഏറെയാണല്ലോ. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനുമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ, രക്തച്ചൊരിച്ചിൽ ഒരുപാട് നടക്കുക. ഞാൻ ആ വിഷയത്തെ നന്നായിട്ട് വിശദീകരിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്. അവസാനം അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥന വിഷയം പറഞ്ഞുകൊണ്ട് ഒരു പുള്ളിക്കാരൻ ചാടിയോട് പ്രാർത്ഥിച്ചു പോയാൽ അറിയത്തില്ല പ്രാർത്ഥിക്കേണ്ടതെന്ന്. അവിടെ ഇവിടെയും തട്ടിയും മുട്ടിയും കുറെ സ്വോത്രം വന്ന് അല്ലെങ്കിൽ അവര് ആമയും പറഞ്ഞ് കേട്ടിട്ടവർക്കൊന്നും ഒരു ചുക്കും മനസ്സിലായില്ല. പ്രൈസലോട് അല്ലെങ്കിൽ അതാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാൻ അറിയില്ല, വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയുന്നില്ല. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? സഭായോഗത്തിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഉപവാസ പ്രാർത്ഥന എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കുടുംബ പ്രാർത്ഥന എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? വ്യക്തിപരമായി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം ശരിയായിട്ട് അറിയണം. ഹല്ലേലൂയ. അതറിയത്തില്ലാത്തതുകൊണ്ട് ആ തട്ടിയും മുട്ടിയും ഹല്ലേലൂയ പലതും പറഞ്ഞു നിർത്തുന്നത്. എനിക്ക് ചിലപ്പോൾ ഇവരേക്ക് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. എത്രയോ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങി, എത്രയോ കാലമായി പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കുന്നു, എന്നിട്ടും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പ്രാർത്ഥനക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഭയങ്കര ഒച്ചയും ബഹളവും, ഹല്ലേലൂയ, ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി വലിയ കോലാഹലം സൃഷ്ടിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥന അത് പരിശുദ്ധാത്മാവിലല്ല. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ജഡത്തില. ഞാൻ പ്രാർത്ഥനക്കാരിയാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് നാം വേണ്ടുന്നതുപോലെ പ്രാർത്ഥിക്കുവാൻ, നമ്മെ പഠിപ്പിക്കുവാൻ, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നല്ലൊരു അധ്യാപകനായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ, നല്ലൊരു ഗുരുവായി, നല്ലൊരു ഫ്രണ്ട്സായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ടു കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയങ്ങളെ ഓരോന്നായിട്ട് നിങ്ങൾ ദൈവത്തോട് പറയണം. രക്തം ചെയ്യും. നിങ്ങളുടെ വിഷയങ്ങൾ കേൾക്കാൻ കാതോർത്തിരിക്കുക. ദൈവം രക്തം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥന വിഷയങ്ങൾ എന്നെ അങ്ങ് സമീപിക്കുന്ന കുട്ടിക്ക് ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ കുറേ നേരം നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ പറയും, ഇനി നിങ്ങൾ അവിടെ നിർത്തും. ഞാൻ പറയാം,
കാരണം ഞാൻ അങ്ങനെ മനുഷ്യനല്ലേ, അങ്ങനെ. എന്നാൽ ദൈവം അങ്ങനെയല്ല. നിങ്ങൾ എത്രമാത്രം വിഷയം പറഞ്ഞാലും ശ്രദ്ധയോടെ കർത്താവ് കേട്ടിരിക്കുകയാണ്. ശ്രദ്ധയോടെ കേട്ടിരുന്നിട്ട് ആ വിഷയത്തിന് ദൈവം മറുപടി നൽകിയ നമുക്ക് ക്ഷമയില്ല. ആമീൻ. കർത്താവിന് ദീർഘക്ഷമയുണ്ട്. അല്ലേലിയ. ദീർഘക്ഷമയുള്ളവൻ കർത്താവ് പിതാവായി ദൈവം ദീർഘക്ഷമയുള്ളവൻ, പുത്രനായി യേശു ദീർഘക്ഷമയുള്ളവൻ, ക്രൂശിൽ വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവ് ദീർഘക്ഷമയുള്ളവൻ. അതുകൊണ്ട് ദീർഘക്ഷമയുടെ അനുഭവത്തിൽ ദൈവം നമ്മോട് കൂടിയിരുന്ന് നമ്മുടെ ബലഹീനതയെ മാറ്റും, രക്തം ചെയ്യും. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കണമെന്നേ. നിന്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കും. അല്ലേരി. കുടുംബജീവിതം ആരംഭിച്ച് 1 മാസം തികയുന്നതിന് മുമ്പേ കുടുംബജീവിതം തകർന്ന് ഡിവോഴ്സിൽ ആയിരിക്കുന്ന കുടുംബങ്ങളില്ലേ? അല്ലേരിയ. ആമീൻ. നാളുകളായിട്ടൊരു വിവാഹത്തിന് ആഗ്രഹിച്ചിട്ടും ആമീൻ വിവാഹം നടക്കാത്തവരില്ലേ? തലമുറയ്ക്ക് വേണ്ടി തലമുറ കിട്ടാത്തവരില്ലേ? അല്ലേരിയ. വളരെ നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തി വളരെ തീർത്ഥാടനങ്ങൾ ചെയ്ത് നോക്കിയവരില്ലേ? ഒരുപാട് മരുന്നുകൾ, അനവധി വിദഗ്ധ ഡോക്ടർമാരെ കണ്ടിട്ടില്ലേ? പോകുന്ന വഴിയിലൂടെ എല്ലാം പോയിട്ടില്ലേ? ഒരു പ്രയോജനവുമില്ലാതാണോ നീ ഇരിക്കുന്നത്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത് നീ ദൈവത്തിലേക്ക് വരാനാ. സൃഷ്ടമായ ദൈവത്തെങ്കിലേക്ക് നീ മടങ്ങി വന്നാൽ ആമേൻ. നിന്റെ പുത്രോത്പാദനം തടസ്സമായി നിൽക്കുന്ന വന്ധ്യതയുള്ള ഉത്തരത്തെ ദൈവം നീക്കിയിട്ട് ഹന്നയുടെ ഗർഭം തുറന്നതുപോലെ ദൈവം നിന്റെ ഗർഭത്തെ തുറന്ന ദൈവം സന്തതിയെ തരും. അല്ലേരിയും. പരിശുദ്ധാത്മാവിന്റെ ബലഹീന തുണ നിൽക്കുമെന്ന്. നിന്റെ മക്കളുടെ ജോലിയുടെ കാര്യമായാലും അങ്ങനെയാ. അല്ലേരിയ. ആമീൻ. നിങ്ങളുടെ മക്കൾ ഉപരിപഠനമായിരുന്നായിരുന്നു. ഇപ്പം കണ്ടപ്പോൾ നമ്മുടെ അനവധി മക്കളെ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ വിട്ടു. ആ അനവധി മക്കളെ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് വിട്ടു. ആമീൻ. ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തും പലിശയ്ക്ക് മേടിച്ചും കടം വാങ്ങിയൊക്കെ മാതാപിതാക്കൾ കഠിനാധ്വാനം ചെയ്ത് തിന്നാതെ കുടിക്കാതെ മക്കളെ കോളേജ് വിട്ടിരിക്കുക. അവർ ചോദിക്കുമ്പോൾ പണമായിക്കും. പക്ഷെ ഇവളുമാരുടെ പണി എന്താ? കൂട്ടുകെട്ട് കൂടി മദ്യപിച്ചും ലഹരിക്കടിമയായും കോളേജിൽ കയറാതെ, കോളേജിന് പുറത്ത്, കോളേജിന് കള്ളം പറഞ്ഞു പോയി ഈ ലോകത്തിന്റെ കൂത്തുകാഴ്ചകളിൽ വെറുക്കൂത്തിൽ അകപ്പെട്ട് കിടക്കുന്ന എത്രയോ വിശ്വാസികളുടെ മക്കളടക്കം അല്ലേരിയ തകർന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അല്ലേരിയ. കാരണം നിങ്ങൾ ദൈവത്തോട് അടുക്കാത്ത നിങ്ങളുടെ മക്കൾക്ക് ദൈവത്തോട് എടുക്കാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ആത്മാവിൽ ദ്രവ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി നിന്റെ മക്കളെ അതേ വിധത്തിൽ പഠിപ്പിച്ചാൽ നീ കാണിച്ചു കൊടുത്ത മാതൃക നിന്റെ മക്കൾ കണ്ടുപിടിക്കും. പ്രൈസറോ. അല്ലെങ്കിൽ നിന്റെ മക്കൾ അല്ലേരിയ നീ കാണിച്ച പോലെ തന്നെ അല്ലേ അവരും ചെയ്യും. എത്ര കുടുംബങ്ങളാണ് തകരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ക്രിസ്തുയേശു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും അല്ലേരിയ. ആമീൻ. ക്രിസ്തുയേശു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നുവെന്ന് റോമാലേഖനം 8:34 വായിക്കുന്നുണ്ട്. അല്ലേരിയ. 8:34 വായിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുമ്പോൾ അവൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരും. അല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് യൂദ എഴുതി വെച്ചത്. യൂദായുടെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി. യൂദായുടെ ലേഖനം 20-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അല്ലേലൂയ. സ്തോത്രം. അവിടെ ഇങ്ങനെ എഴുതിക്കുന്നു. സ്തോത്രം. നിങ്ങളോ പ്രിയമുള്ളവരെ, അല്ലേലൂയ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും അല്ലേലൂയ എന്നവിടെ എഴുതിയിട്ടുണ്ട്. എന്ത് ചെയ്യണം? നമ്മുടെ സ്തോത്രം, നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ദൈവത്തോട് ചേർന്നിരിക്കണമെന്ന് പറയുക. അപ്പൊ നിങ്ങൾ അതിവിശുദ്ധ വിശ്വാസം, ഇവിടെത്താണ് അതിവിശുദ്ധ വിശ്വാസമാണ് പ്രാർത്ഥനയ്ക്ക് ആവശ്യം. അല്ലേരി. പലർക്കും അതിവിശുദ്ധ വിശ്വാസമൊന്നുമില്ല. അല്ലേരി. പലരും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ജൽപ്പനമാണെന്ന്. പിതാവിനോട് യാതൊരു ബന്ധവുമില്ല. പിതാവിനോട് ബന്ധം പുലർത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തുള്ളൂ. അല്ലേലൂയ. അതുകൊണ്ട് ആത്മാവ് തന്നെ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ബലഹീനനായ മനുഷ്യനാണ്.
നിങ്ങൾ പറയും എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ നല്ല കരുത്തുള്ളവനാ, ഞാൻ നല്ല ആരോഗ്യമുള്ളവനാ, ഞാൻ നല്ല ദൃഢഗാത്രനാ, ഞാൻ നല്ല കോമളനാ, പവിത്രനാ, സുന്ദരനാണ്, എനിക്കെല്ലാം അറിയാം, നല്ല വിദ്യാഭ്യാസമുണ്ട്, ലോകവിജ്ഞാനമുണ്ട്, നല്ല കഴിവുണ്ട്, എനിക്ക് ബൈബിളെല്ലാം നന്നായിട്ടറിയാം, എനിക്ക് നിങ്ങളെക്കാട്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാം, നിങ്ങളെക്കാട്ട് കൂടുതലായിട്ട് എൻ്റെ അന്യഭാഷ പറയും, നിങ്ങളെക്കാൾ കൃപ എനിക്കുണ്ടെന്നൊക്കെ നിങ്ങൾ വാദിച്ചേക്കാവുന്നേ. അതെ, അങ്ങനെ വാദിക്കുന്നവരൊക്കെ ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എല്ലാം നിങ്ങൾക്കുണ്ട്, പക്ഷെ നിങ്ങൾ ബലഹീനനാ. എല്ലാം നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ബലഹീനനാ. ഹല്ലേലൂയ. ലോകത്തിൽ എത്ര ഉന്നത സ്ഥാനമാനങ്ങളിൽ ഡിഗ്രി ഉണ്ടെങ്കിലും ആ മനുഷ്യനും ബലഹീനനാണെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, അതുകൊണ്ടതിനെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക്, ബലഹീനതയില്ലാത്ത ഒരു മനുഷ്യനുമില്ല. നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുള്ളൂ. പലപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഏകാഗ്രത കിട്ടാതെ, പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നറിയാതെ, പ്രാർത്ഥിക്കേണ്ട വിഷയം എന്തെന്നറിയാതെ, പലപ്പോഴും പ്രാർത്ഥനയിൽ നിങ്ങൾ ഉറക്കിക്കളയുന്ന ശത്രുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിനകത്ത് വ്യതിചലിച്ച് വേറെ എന്തൊക്കെയോ കാടുകൾ കയറി പറയുന്ന അനുഭവങ്ങളില്ലേ? അല്ലേ? ചിലക്ക് കൂടെ പ്രാർത്ഥിക്കരുത്, അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി പ്രാർത്ഥന കൊണ്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ കുറെ കഴിയും സ്വോത്രം തന്നെ പറഞ്ഞു കഴിയും. പിന്നെ പറഞ്ഞു രക്തം ചെയ്യും, പറഞ്ഞു അല്ലേരിയായി, പിന്നെ ഇങ്ങനെ ആമെ പെട്ടെന്ന് കണ്ണൊക്കെ അടഞ്ഞു പോയി, ആമെ തലയൊക്കെ നീരിയിട്ട് വീണ്ടും ചാടി എഴുതും, വീണ്ടും എന്നിട്ട് എന്തോ പറയുന്നത് വീണ്ടും അങ്ങ് പറഞ്ഞു, വീണ്ടും അങ്ങ് തുടങ്ങും, വീണ്ടും അങ്ങനെ ഒരു പുറക്കം കെടുത്തിക്കളയും. എന്നാൽ വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. നമ്മളെ ഉറക്കിക്കളയുന്ന പിശാച്. സഹോദര സമയം നിന്നെ പലപ്പോഴും പിശാച് ഉറക്കിക്കളഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിധത്തിൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി, നിന്നോട് ദൈവത്തോട് അടുപ്പിക്കാൻ കഴിയാതെ, പരിശുദ്ധാത്മാവ് നിന്നെ വസിപ്പാൻ കഴിയാതെ, പരിശുദ്ധാത്മാവ് നല്ല ഫ്രണ്ട്സായി നിന്നെ വസിപ്പാൻ കഴിയാത്ത വിധത്തിൽ പിശാച് നിന്നെ പലപ്പോഴും ഉറക്കിക്കളയാറുണ്ട്. പ്രാർത്ഥനയ്ക്കകത്ത് എന്തൊക്കെയോ നീ വിളിച്ചു പറഞ്ഞിട്ടുള്ള അനുഭവമില്ലേ? ഇല്ലേരിയ. അവിടെയാണ് നിന്റെ ബലഹീനത എന്ന് പറയുന്നത്. ആ ബലഹീനതയ്ക്ക് തുണ നിൽക്കുവാനാണ് പരിശുദ്ധാത്മാവിന്റെ ദൈവം നിന്റെ ഉള്ളിൽ നല്ല ഫ്രണ്ടായിട്ട് തന്നിരിക്കുന്നത്. രക്തം ചെയ്യും. അതുകൊണ്ട് ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് നീ വിശ്വസിക്കണം. അല്ലേരിയ. രക്തം ചെയ്യും. വിശ്വാസമാണ് നമ്മുടെ അതിവിശുദ്ധ വിശ്വാസം എന്ന് യൂദാ പറയുന്നത് പോലെ. ഒരു അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നീ ദൈവത്തോട് ചേർന്നിരിക്കണം. രക്തം ചെയ്യും. അല്ലേരിയ. യൂദാ അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയത്. അല്ലേരിയ. പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തി എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം. അല്ലേരിയ. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. എഫേസ്യ ലേഖനം അല്ലേലൂയ സ്തോത്രം അല്ലേലൂയ 6-18 വാക്യത്തിലേക്കും കാണുന്നുണ്ട്. ആമി സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പറയുന്നത്. അപ്പൊ എന്താണ് ആത്മാവിൽ പ്രാർത്ഥിക്കണം? അല്ലേലൂയ എന്ന് പറഞ്ഞാൽ സകല പ്രാർത്ഥനയാലും 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൗലോസ് പ്രതിപാദിക്കുക. ഈ പുസ്തകത്തിൽ 3-ാമത്തെ പ്രാർത്ഥനയാണ്. 1-ാമത്തെ പ്രാർത്ഥന 1:15, പിന്നെ 3-14 ഭാഗങ്ങളിൽ 1-2 പ്രാർത്ഥന കാണുന്നു. പ്രാർത്ഥനയില്ലെങ്കിൽ മറ്റായുധവർക്കം ധരിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ലെന്നാണ്. പ്രാർത്ഥനയില്ലെങ്കിൽ മറ്റുള്ള യാതൊരു ആയുധവർക്കും ധരിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെടും. നിങ്ങൾ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഉണ്ടാക്കണം. ഈ ലോകം ഒരു യുദ്ധക്കളമാണ്. ആത്മീയ ജീവിതം, ക്രിസ്ത്യ ജീവിതം ഒരു യുദ്ധക്കളമാണ്. ഇവിടെ നമ്മൾ സാത്താനോടാ പോരാടുന്നത്, മനുഷ്യനോടല്ല സാത്താനോട് പോരാടി പ്രാർത്ഥിക്കുന്നത്. ആ പോരാട്ടത്തിൽ നീ ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിനക്ക് തുണയായി നിൽക്കണം. രക്തം ചെയ്യും. പരിശുദ്ധാത്മാവ് നിനക്ക് തുണയായിട്ടുണ്ടെങ്കിൽ നിന്റെ പോരാട്ടത്തിൽ, നിന്റെ പ്രാർത്ഥന ജീവിതത്തിനകത്ത് നിന്നെ തകർക്കുവാൻ സാത്താന്യ ശക്തികൾക്ക് കഴിയില്ല. നിന്നെ ഉറക്കുവാൻ പിശാചിന് കഴിയത്തില്ല. അല്ലേലൂയ സ്തോത്രം. ഞാൻ ഈ ചില ഭവനങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് വിസിറ്റ് ചെയ്യാൻ കിടക്കേണ്ട സമയം വന്നിട്ടുണ്ട്. അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയം വന്നിട്ടുണ്ട്. അപ്പോൾ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കാൻ കുടുംബക്കാരുടെ ഒത്ത് ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലെയും പറഞ്ഞു, ചിലർ മൊബൈലൊക്കെ എടുത്തുള്ളൂ, ചിലർ മൊബൈൽ മെസ്സേജ് അയക്കും, ചിലരങ്ങ് ഉറങ്ങിപ്പോകുന്നേ എന്ന് പറഞ്ഞാൽ അവരെ പിശാച് എടുത്ത് ഉപയോഗിക്കും. പ്രാർത്ഥിക്കുമ്പോഴത്തേനും ഈ മൊബൈൽ ഒരു എന്തെങ്കിലും പറയും, പിശാച് അവരെ എടുത്തുകൊണ്ടു പോകും. പിശാച് പറയുന്നത് ഇങ്ങോട്ട് പോരെ, അപ്പോൾ അവനതും എടുത്തുകൊണ്ട് പുറത്തേക്കോ. പിശാച് പറയുന്നത് ഉറങ്ങിക്കോ, പിശാച് പറയുന്നത് മെസ്സേജ് അയച്ചോ, പിശാച് നീ ഇത് തോണ്ടിക്കോ. അങ്ങനെ നിന്നെ പിശാച് ഉറക്കരുത്. നിന്റെ പ്രാർത്ഥനയുടെ ബലം തരാൻ വേണ്ടി, നിന്റെ പ്രാർത്ഥനയിൽ ശക്തി നൽകാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചത്. അല്ലേലൂയ. നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, സ്വഭാവം ഇതിന്റെ കഷ്ടം മാറുമെന്ന്.
നിന്റെ ദുരിതങ്ങൾ മാറുമെന്ന്, നിന്റെ സങ്കടം മാറുമെന്ന്. നീ പരാജയത്തിന്റെ പടുകുടിയിൽ വീണ് കിടക്കുന്ന വ്യക്തിയാണോ? അതിന്റെ നടുവിൽ ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീര് കാണുന്നവൻ യേശു കർത്താവാണ്, രക്തം ചെയ്യും. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. ഡോക്ടർ സ്റ്റാൻലിൻ ജോൺസ് ഒരു പ്രാവശ്യം ഇപ്രകാരം പറഞ്ഞു, സഭയ്ക്കും വളരെ ആവശ്യമുള്ള വരം ഒന്നുണ്ടെങ്കിൽ ആ വരം അത്ഭുതം ചെയ്യുന്ന വരമല്ല, രോഗശാന്തി വരമല്ല, സഭയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒന്നാമത്തെ വരം പ്രാർത്ഥന വരമാകുന്നു. ഹല്ലേലൂയ. ഡോക്ടർ സ്റ്റാലിൻ പറഞ്ഞ ദൈവസഭയ്ക്ക് ദൈവം നൽകുന്ന വരങ്ങൾ, അത്ഭുതങ്ങൾ ഒന്ന്, രോഗശാന്തി വരവോ, ഭൂതശാന്തി വരവോ, വീര്യപ്രവർത്തികൾ വരവോ, രോഗികൾ സൗഖ്യം കൊടുക്കുന്ന വരമല്ല. ഏറ്റവും ആദ്യം ദൈവം നൽകുന്ന അതിശ്രേഷ്ഠമായ വരം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ വരമാണ്. ഹല്ലേലൂയ. ആദ്യം നിനക്ക് പ്രാർത്ഥനയാണ് ദൈവം തരുന്നത്. പ്രാർത്ഥനയിലൂടെ നിനക്ക് എല്ലാത്തെയും കീഴടക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നവന് വരം ലഭിക്കും, പ്രാർത്ഥന ലഭിച്ച മറ്റെല്ലാ വരങ്ങളും തന്നെ വരും. അത് നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കാൻ നീ തുടങ്ങിയാൽ, പരിശുദ്ധമായി പ്രാർത്ഥിക്കാൻ ബാക്കിയുള്ള എല്ലാ വരങ്ങളും തന്നെ നിന്റെ ഉള്ളിലേക്ക് വരും. അന്യഭാഷയിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കും തോറും സ്വർലോകവാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും തോറും സ്വർഗവാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം തന്നെ നിറച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധന്മാവിന്റെ വഴി നടത്തലിന് പൂർണ്ണമായി നിങ്ങളെ കൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ വഴി നടത്തലിന് പൂർണ്ണമായി നിങ്ങളെ വിട്ടുകൊടുക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ചവൻ അവിടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇന്ന് പകൽ തകർന്നിരിക്കുന്ന കുടുംബങ്ങളോട്, വ്യക്തികളോട് പറയട്ടെ, ലോകത്തിലുള്ള ഫ്രണ്ടിനെ അല്ല നിനക്ക് ആവശ്യം, പരിശുദ്ധാത്മാവിന്റെ ഫ്രണ്ടിനെയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ബലഹീന തുണ നൽകുവാൻ, തകർന്ന് കിടക്കുന്ന ജീവിതത്തിന്റെ പകൽ ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോകുക. യേശുവോട് ചേർന്നിരിക്കാൻ കഴിയുമോ? പരിശുദ്ധനോട് ചേർന്നിരിക്കാൻ കഴിയുമോ? കഷ്ടതയെ ദൈവം മാറ്റും. ഒന്ന് ഏൽപ്പിച്ചു തന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വർക്ക് പിതാവേ, നല്ല സമയത്ത് ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യം 800 കോടി ജനതലമുറ എണ്ണത്തിൽപ്പെടാത്ത ശൈശവത്തിലും ബാല്യം കൗമാരി യൗവനത്തിലും വാർത്തക്കുന്ന രാനുംപ്രദർശന യാച് റോഷനും ചോറിനും തലമുറയിലായിരിക്കുന്ന വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന കർത്താവി, കർത്താവി സ്തോത്രം. എല്ലാ ട്രൈബിലും എല്ലാ സാമ്യമായിരിക്കും ജനത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രി ബസ് ഗവർണർ, പട്ടാളം, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കുന്ന കരസേന ഉദ്യോഗസ്ഥ, സന്നിധികാരികൾ, അതിർത്തിയുടെ കന്യാട് സൈന്യത്തിനായി ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. പോലീസിന്, സെക്ഷൽ ജുഡീഷ്യൽ വിഭാഗക്കാർ, രഹസ്യാന്വേഷണ ക്രമസമാധാന പാലകരെ, എക്സൈസ് ഫോറസ്റ്റുകാർ, ഫയർഫോഴ്സ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹകരണ ബുദ്ധിമുട്ട്, ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തികമായിരിക്കുന്ന എല്ലാ വ്യാപാര, വ്യവസായ, വഴിയൂര, കച്ചവട, ക്ഷീരമേൽ, കർഷകരെ, കൺസ്ട്രക്ഷൻ, മോട്ടോർ, യൂണിയൻ രംഗത്തായിരിക്കുന്ന എല്ലാ കൈശൂർ സർവീസിനും, കരിയിലും കടലും ആകാശമാർ, വാഹനോടി സെൽ ചെയ്യുന്ന കടലോര വാസികളെ, മത്സ്യത്തെ ആഴക്കടലിൽ കടന്നു കനികളും കമ്പ്യൂട്ടർ ഫാക്ടറിയൊക്കെ ജോലി ചെയ്യുന്ന ഹല്ലേലൂയ. വിദേശ രാജ്യത്ത് കഷ്ടസംഖ്യം, മണ്ണായിട്ട് കഷ്ടം, നാട്ടിൽ കിടന്ന് ഭാര്യ ജോലിയില്ലാതെ ഭാരം വിസായ്ക്ക് വേണ്ടി പാസ്പോർട്ട് ഭാരം വിദേശ ജയിലിൽ കിടക്കുന്നവർക്കായി ഹല്ലേലൂയ. കർത്താവ് വിദേശ കർത്താവ് വളരെ പീഡന സഹോദരങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ സമാധാനം, ഇതിന്റെ സംരക്ഷണമായി, ഇന്ത്യയുടെ കർത്താവ് വിടുതലായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അന്യരാജ്യങ്ങളുമായി കർത്താവ് യുദ്ധത്തിൽ പലപ്പോഴും പ്രദർശനം രാജ്യത്തിന്റെ എല്ലാ അതിർത്തികളൊക്കെ ജനത്തിന് വേണ്ടി ഞങ്ങൾ പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ ദൈവമക്കൾ, ദൈവദാസന്മാർക്കായി, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലരീതികൾ ആത്മാവ് നിറയ്ക്കണമേ. കഷ്ടതകൾ, പ്രയാസങ്ങൾ, മദ്യത്തിന്, മയക്കും, ലഹരിക്ക്, കുടുംബജീവിതം തകർച്ച്, വിവാഹ ജീവിതം തകർന്ന്, വിവാഹത്തിൽ ആഗ്രഹിക്കും, തലമുറയില്ലാതെ, ഭവനമില്ലാതെ, സ്ഥലമില്ല, കടക്കടിയാൽ ജോലി നഷ്ടപ്പെട്ട്, ബിസിനസ്സിൽ പരാജയപ്പെട്ട്, വിധമാരന്മാർ രോഗങ്ങൾ, വ്യാധികളാൽ കടന്നുപോകുന്ന അനവധി ലഹരിക്ക് അടിമകളായിരിക്കുന്ന തലമുറകളെ എല്ലാத்தைയും വിടിവിക്കണമേ. ഒരു വലിയ വിടുതലതയും കൊടുക്കുവാൻ സകല ജനത്തിന്റെ നന്മയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭാഷയിൽ സ്വർഗ്ഗവാതിൽ തുറക്കുന്നവരെയും ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ജനത്തെ ഒരുക്കണമേ. പ്രാർത്ഥിക്കുന്ന കർത്താവ് സകലരുടെ പേര് ദൈവ സാന്നിധ്യം വഹിച്ചാട്ട് യേശു കർത്താവിന്റെ വിധിയേറെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.